ശരി അച്ചിലോക്കി കുറിതൊട്ടമാണേ അതിന് ഞാൻ വീട്ടിൽ പോയി അവർക്ക് സോറി പറഞ്ഞു. എന്താ രാമേന്ദ്ര പ്രശ്നം? ഈഗിൾ vs മലവാണല്ല ഇതിൽ കുറച്ച് നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. ഇതിനകത്ത് കുറച്ച് വെളിയിൽ കോൾ വരണു, വെളിയിൽ സംസാരിക്കണോ, എന്തോ ചെയ്ത് കളയും, മറ്റേ ഇതാക്കി കളയും. എന്താ ഷൈട്ട് പറഞ്ഞേ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. ഈഗിൾ ഇഷ്ടം എന്താന്ന് വെച്ചാല് ഈഗിളിനെ അറിയില്ലാന്ന് മണവാള പറഞ്ഞു. ശരി മണവാളിന്റെ ഒന്നിച്ചുള്ള കുറിയിട്ട പറഞ്ഞ് ഈഗിള് വേണമെന്ന് പറഞ്ഞു. അടിപൊളി വാണം അവന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞാൽ മതി. അവന്റെ തന്ത അന്നക്കഴിവറാ മോനെ. പെട്ടെന്ന് ഒരു പയ്യൻ വന്നിട്ട് പറയാണ്, അണ്ണനെ മണവാളൻ അവരാധിച്ചായിരുന്നു ലൈവിലിട്ട്, അണ്ണൻ ഇതിനൊന്ന് റിയാക്ട് ചെയ്യുന്നില്ലേ? എന്തിനാടാ കൊന്നിട്ട്? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലീവ് ഇല്ല, ഞാൻ പറഞ്ഞിട്ടേ പോളൂ. അവൾ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലേ? അവനങ്ങ് തൊലി മരിച്ചു പോയെന്നാ. നീ ഒരാളെ കാണുമ്പോ നോർമലി എങ്ങനെയാണോ നീ റെസ്പോണ്ട് ചെയ്യണേ? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സംസാരിച്ചിട്ട് പോകുന്നുണ്ട്, മനസ്സിലായോ? അല്ലാതെ എനിക്ക് ഒരുത്തരം പേടിയൊന്നുമില്ല, മനസ്സിലായോ? ഒരു ലീവ് ഇതിനെ പറയാനുള്ളത് പറഞ്ഞിട്ടേ പറ്റുള്ളൂ. നീ ഏതാവനാണല്ലോ ഇനി എന്നോട് കളിച്ച അവളെ ഞാൻ കുരിച്ചെടുത്ത് കൂപ്പിലിടിച്ച് ചവിട്ടുകൊണ്ടി തടിച്ചനെ പൊട്ടിച്ചനെ. ഡയറക്റ്റ് ഈഗിളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളെന്നെ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഇല്ല, നിങ്ങളുടെ ഫോട്ടോ ഒന്നും ഇല്ല, നിങ്ങളെ ഉദ്ദേശിച്ച സംഭവം ചെയ്തതല്ല. പൊന്ന് സത്യതന്ത മലവാണ സോറി മണവാളെ നമുക്കൊരു ഗ്യാങ് തുടങ്ങിയാലോ തൊപ്പിനെ കണക്ക് ഒരു വീട്ടിനകത്ത്. ആദ്യമായിട്ട് എനിക്ക് ഇവന്റെ ഒപ്പം ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈഗിൾ ബ്രോന്റെ വീഡിയോ ഞാൻ റിയേറ്റ് ചെയ്യണത് തന്നെ. അവൻ പറയട്ടാ അബദ്ധം ആർക്കും പറ്റും. ഞാൻ വന്നിട്ട് എന്തോ ആളെ നടന്നു വിളിച്ചു, അവൾക്ക് അത്രയും കൊണ്ടിട്ടുണ്ട്. അതിന് ഞാൻ വീട്ടിൽ പോയി അവർക്ക് സോറി പറഞ്ഞു. എന്റെ ദൈവമേ, അറിവില്ലാതെ എന്തോ പറഞ്ഞെങ്കിൽ അവനോട് ക്ഷമിക്കണം. അവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഈഗിളിനെ അറിയാം. ഈഗിളിനെ ചൊറിഞ്ഞാലേ കാര്യം ഉണ്ടാവുന്ന ഇവർക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവരെന്നെ എന്നോട് പറയണെന്നില്ല, ഈഗിൾ വൺ സംഭവമാണ്, ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീച്ച് ആവും, സിമ്പിളായി കത്തും. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. എന്നിട്ട് ഇപ്പൊ ഇരുന്നിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് എത്ര ഉണ്ടാ അത് ചോദിച്ചായിരുന്നല്ലോ. അവൻ അങ്ങനെ പലതും പറയും. ഇതാ ഈഗിൾ ഗെയിമിങ്ങിന്റെ എൻറ്റയർ വ്യൂസ് 7 crore വ്യൂസ് ആണ്. എന്നെ കൊണ്ട് പറയിപ്പിക്കറ്. നമ്മൾ സ്ട്രീമർ അല്ല. 10 crore plus 100 crore plus ആണ് വ്യൂസ് ഇവിടെ. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളാ. അവന്റെ തടി കണ്ട നേരെ പോയിട്ട് എന്റെ തുണി നോക്കി കാണിച്ചിട്ട് ഹായ് ദാ എനിക്ക് സാധനം ഇല്ല, പ്രാങ്ക് ആയിരുന്നു, ലൈക്ക് മേടിച്ചിട്ടുള്ളൊരു ചാനൽ അല്ല ബ്രോ എന്റെ. ഇനി വീണ്ടും നമ്മളെ വെച്ച് അടുത്ത കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചോണ്ടിരിക്കുക. അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? വലിയ പേരെ വിളഞ്ഞ കപ്പളങ്ങ തോരൻ വെച്ച് കൂട്ടിയാൽ മതി. മണവാളൻ ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ? ഇങ്ങനത്തെ ഒരു ക്രിമികടിക്ക് അതാണ് ബെസ്റ്റ്. എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛം മാത്രമേ